ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എത്ര കെയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷനിലും എങ്ങനെ കാമായിട്ട് നിൽക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രാക്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ് ചെയ്യാനുള്ള ഒരു കഴിവാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഡേ ടൈമിൽ എന്ത് ഇത് ചെയ്യുമ്പോഴും നിങ്ങളുടെ മൈൻഡിനെ കുറച്ച് നേരം പോസ് ചെയ്യുക, കുറച്ച് നേരം ചിന്തകൾ ഒബ്സർവ് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പോസ് ആവാനുള്ളൊരു മൈൻഡിന് പോസ് ആവാനുള്ളൊരു എബിലിറ്റി വരും. സോ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് മൈൻഡിനെ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് റിയാക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തേതായിട്ട് അവർ സംസാരിക്കുന്നത് എന്താണെന്ന് ഒബ്സർവ് ചെയ്യുക, ജഡ്ജ് ചെയ്യാതെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ പ്രസൻറ്റ് ഓഫ് മൈൻഡിൽ നമുക്ക് നിൽക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ റെസ്പോൺസ് കുറച്ചും കൂടെ നല്ലതാവും. സോ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനിലും കാമായിട്ട് നിൽക്കാൻ സാധിക്കും. സോ പ്രാക്ടീസാണ് നിങ്ങളെ എഫിഷ്യൻ്റ് ആക്കുക. സോ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളത് ഒന്ന് റിവ്യൂ ചെയ്യുക. അതായത് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്തു, നിങ്ങൾക്ക് എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ആ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾ ആദ്യമൊക്കെ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക. പിന്നെ നിങ്ങളുടെ മൈൻഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും ഏത് സിറ്റുവേഷനോടും.